കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മളിന്നും നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്വിസാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുകയാണ്. അന്നേ ദിവസം നടത്തുന്ന ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കുന്ന ഗ്രന്ഥം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കുന്ന ഗ്രന്ഥം. ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം. ഉത്തരം 1910 സെപ്റ്റംബർ 26. 1910 സെപ്റ്റംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം നോക്കൂ: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. ഉത്തരം 1930. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. ഉത്തരം 1931. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് 1931. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. ഉത്തരം 1932. കൂട്ടുകാരെ, അടുത്ത ചോദ്യം നോക്കൂ. ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം. ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം. ഉത്തരം 1919. 1919. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം. ഉത്തരം ഇതാണ്: അസം റൈഫിൾസ്. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1932. 1932. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ നായകൻ ആരായിരുന്നു? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ നായകൻ ആരായിരുന്നു? ഉത്തരം സി കേശവ മേനോൻ. സി കേശവ മേനോൻ. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം വില്യം ബെൻഡിക്. ആരാണ്? വില്യം ബെൻഡിക്. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആരാണ്? ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആരാണ്? ഉത്തരം വില്യം ബെൻഡിക് ആണ്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് വില്യം ബെൻഡിക്. ഡച്ചുകാർ പ്രചാരത്തിൽ വരുത്തിയ കൃഷി ഏതാണ്? ഡച്ചുകാർ പ്രചാരത്തിൽ വരുത്തിയ കൃഷി ഏതാണ്? ഉത്തരം തെങ്ങാണ്. തെങ്ങ് കൃഷിയാണ് ഡച്ചുകാർ പ്രചാരത്തിൽ വരുത്തിയ കൃഷി. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേര്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഉത്തരം നോക്കൂ: മലയാളി മെമ്മോറിയൽ.
ഉത്തരം മലയാളി മെമ്മോറിയൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്ന് പറഞ്ഞതാരാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമി. ആരാണ്? വൈകുണ്ഠ സ്വാമി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഇതാണ്, പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ചോദ്യം ഇതാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഒപ്പം നിങ്ങളുടെ പേരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രബോധനങ്ങൾ പിന്തുടരുവാനായി രൂപം കൊണ്ട വിപ്ലവ സംഘടന ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രബോധനങ്ങൾ പിന്തുടരുവാനായി രൂപം കൊണ്ട വിപ്ലവ സംഘടന ഏതാണ്? ഉത്തരം ഇതാണ്, അനുശീലൻ സമിതി. ഏതാണ്? അനുശീലൻ സമിതി. ഷഹീദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിപ്ലവകാരി. ഷഹീദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിപ്ലവകാരി ആരാണ്? ഉത്തരം ഇതാണ്, ഭഗത് സിംഗ്. ഷഹീദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. സ്വാമി വിവേകാനന്ദനെ വിപ്ലവകാരിയായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ച എഴുത്തുകാരൻ ആര്? സ്വാമി വിവേകാനന്ദനെ വിപ്ലവകാരിയായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ച എഴുത്തുകാരൻ ആരാണ്? ഉത്തരം നോക്കൂ, ഭൂപേന്ദ്രനാഥ് ദത്ത. ഭൂപേന്ദ്രനാഥ് ദത്ത. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഉത്തരം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ ലഹള നടന്നത് എവിടെയാണ്? ആറ്റിങ്ങൽ ലഹള നടന്നത് എവിടെയാണ്? ഉത്തരം ആറ്റിങ്ങലിലെ അഞ്ചുതെങ്ങിൽ. ആറ്റിങ്ങൽ ലഹള നടന്നത് എവിടെയാണ്? ആറ്റിങ്ങലിലെ അഞ്ചുതെങ്ങിൽ. എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്? എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്? ഉത്തരം 45. 45 വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചു? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചു? ഉത്തരം ഇതാണ്, 249. 249 ദിവസം. പാലിയത്തച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ആരാണ്? പാലിയത്തച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഇതാണ്, ഹെൻറിക് റിൻസ്. ഹെൻറിക് റിൻസ്. വൈക്കം നായകൻ ആരായിരുന്നു? വൈക്കം നായകൻ ആരായിരുന്നു? ഉത്തരം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കർ. 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണ്? 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണ്? ഉത്തരം നോക്കൂ, ജവഹർലാൽ നെഹ്റു. 1854-55 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചത് ആരാണ്? 1854-55 ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ആരാണ്? ഡൽഹൌസി പ്രഭു. കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിലെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത്? കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിലെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത്? ഉത്തരം നോക്കൂ, തിരുനാവായ.
എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്? എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്? ഉത്തരം നോക്കൂ, 24. ഏതാണ്? 24 വയസ്സിൽ. സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ആരാണ്? മഹാത്മാഗാന്ധി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ സർവകലാശാല? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ സർവകലാശാല? ഉത്തരം കേരള സർവകലാശാല. ഉത്തരം ഏതാണ്? കേരള സർവകലാശാല. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നൽകിയിരുന്നു. സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഇതായിരുന്നു ചോദ്യം. സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം എന്താണ്? ശരിയായ ഉത്തരം ഇതാണ്, രാജാറാം മോഹൻ റോയ്. സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകിയ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് കൺഗ്രാജുലേഷൻസ്. ഇനിയും ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കിയത് സ്വാതന്ത്ര്യദിന ക്വിസാണ്. എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് കണ്ടു നോക്കും. എന്നിട്ട് നിങ്ങൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കും. ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.